ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ KSU ആക്രമണം രാഷ്ട്രീയ വിഷയമാക്കി സജീവമായി നിലനിർത്താൻ CPM തീരുമാനം. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചതിന് പിന്നാലെ ആക്രമണം നടത്തിയത് ആസൂത്രിതമാണെന്ന് CPM നിലപാട്. KSUക്കാരെ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറയാത്തതും CPM പ്രചാരണ വിഷയമാക്കും. എന്നാൽ വ്യാപകമായി കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതും മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഇല്ല എന്ന വാദവും ഉയർത്തി പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. തെരഞ്ഞെടുപ്പ് കാലമാണ്. കിട്ടുന്നതെന്തും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എല്ലാം വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ വീണുകിട്ടിയ ഒന്നാണ് മന്ത്രി വീണ ജോർജിനെതിരായ KSU പ്രതിഷേധവും അക്രമവും. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ മന്ത്രിയെ ആക്രമിച്ചു എന്ന പ്രചാരണമാണ് CPM അഴിച്ചുവിട്ടിരിക്കുന്നത്. മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ എല്ലാ ജില്ലകളിലും SFI, DYFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയുടെ പ്രചാരണാർത്ഥം വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ കുത്തിക്കേറി. എന്നാൽ CPMന്റെ പ്രചാരണം തെറ്റാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയാണ് UDF. മന്ത്രിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇല്ല എന്നതാണ് പ്രചാരണത്തിന്റെ കുന്തമുന. പ്രതിഷേധ പ്രകടനത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ CPM പ്രവർത്തകർ നടത്തിയത് ഉയർത്തിക്കാട്ടാനും UDF ശ്രമിക്കുന്നുണ്ട്. മീഡിയ 1, തിരുവനന്തപുരം.